പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ, രാജാതിരാജനായ റബ്ബിന്റെ ഇറാദത്തില്ലാതെ, ഖുദ്റത്തില്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ പുൽക്കൊടി പോലും ഇളകുന്നില്ല. എല്ലാം അല്ലാഹുവിന്റെ ഇറാദത്താണ്, എല്ലാം റബ്ബിന്റെ ഖുദ്റത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതു കാര്യം ആവശ്യമുണ്ടെങ്കിലും ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാം സാധിപ്പിച്ചു തരാൻ കഴിവുള്ള അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങാവുന്നതാണ്. നമുക്ക് അല്ലാഹു തന്ന ഓപ്ഷനാണ്. ചില ആൾക്കാർ പറയാറുണ്ട് ദ്വാരന്നിട്ട് എന്താ കാര്യം, എല്ലാം അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞതല്ലേ. അങ്ങനെ ചില ആളുകൾ, അതോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുആന്റെ ശക്തി എന്താണ്. ദീർഘമായൊരു സമയം നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നില്ല. എന്റെ സഹോദരങ്ങളോട് ജീവിതത്തിൽ ദുആ ഉണ്ടാകണേ, പ്രാർത്ഥന ഉണ്ടാകണേ എന്ന് പറയുക, ആ ഒരു സന്ദേശം മാത്രം കൈമാറുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദുആയിലൂടെ നേടിയെടുക്കാൻ കഴിയാത്തതൊന്നുമില്ല. ചിലർ പറയാറുണ്ട് എന്തിന് ദുആ ചെയ്യുന്നു, എല്ലാം അല്ലാഹുവിന്റെ വിധി പോലെയല്ലേ സംഭവിക്കുക. എല്ലാം അൽ-ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ ഖദാഇൽ അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞതല്ലേ. ഇനി ദുആ ചെയ്തിട്ട് എന്ത് കാര്യം? അങ്ങനെ ചില ആളുകൾ പറയും അതൊക്കെ എൻ്റെ തലന്റെ വരെ അല്ലാഹു വന്ന് വരച്ചു വെച്ചു പോയതാണ്, ഇനി എന്ത് കാര്യമെന്ന് ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കണേ, ഹബീബായി നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖദാഇലും ഖദറിലും അജഞ്ചലമായി വിശ്വസിക്കാൻ പറഞ്ഞ പുണ്യ നബി തന്നെയാ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണേ, ലാ യർദുൽ ഖദാ ഇല്ല ദുആ. ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ മുഖേന അല്ലാഹുവിന്റെ ഖദാഅകൾ പോലും മാറും. അല്ലാഹു ഖദാഅകളെ പോലും ദുആ മുഖേന അല്ലാഹു മാറ്റിത്തരുമെന്ന്. അല്ലാഹുവിന്റെ ഖദാഅകളെ പോലും മാറ്റാനുള്ള കഴിവ് പ്രാർത്ഥന കൊണ്ട്, ദുആ കൊണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വലാത്ത് ചൊല്ലൂ നിങ്ങൾ. പ്രാർത്ഥന മുഖേന അല്ലാഹുവിന്റെ ഖദാഅ പോലും മാറ്റാൻ റബ്ബിന് കഴിയും, അല്ലാഹു മാറ്റിത്തരും എന്നാണ്. പ്രാർത്ഥനക്ക് അതിന് കഴിയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണല്ലോ എല്ലാ ഈ ഇബാദത്തുകളുടെ മുഴുവൻ അന്തസത്ത എന്താ? പ്രാർത്ഥന, ദുആ. പുണ്യനബി തങ്ങൾ തന്നെ പറയുകയാണ്, അദ്ദുആഉ മുഖുൽ ഇബാദ. എല്ലാ ഇബാദത്തുകളുടെയും മുഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ തലച്ചോറെന്ന് പറയാം, അതിന്റെ ബ്രെയിൻ എന്ന് പറയാം, അതിന്റെ പ്രധാനം എന്ന് പറയാം. പ്രധാന സത്ത തന്നെ പ്രാർത്ഥനയാണ് എന്നാണ്. അങ്ങനല്ലേ നിസ്കരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? റബ്ബിഗ്ഫിർലി വർഹംനി. പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണം, എന്നോട് നീ കരുണ ചെയ്യണം. വജ്ബുർനി റബ്ബേ, എന്റെ വിഷയങ്ങളൊക്കെ നീ പരിഹരിച്ചു തരണം. വഹ്ദിനി അല്ലാഹുവേ, എന്നെ നീ മാർഗദർശനം ചെയ്യണം. എല്ലാം പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയാണ്, ദുആ ആണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ. നിസ്കാരത്തിലെ എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതണമല്ലോ അല്ലേ? മഅ്മൂമാണെങ്കിലും ഫാത്തിഹ ഓതണം. എന്താ? പ്രാർത്ഥനയാണ്. ഇഹ്ദിനസ് ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനതാണ്. ഹിദായത്ത് ലഭിക്കലാണ്, ദുആ തന്നെയാണ്. ഒരു നേരം ഒരു ദിവസം 17 തവണ നിർബന്ധമായും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ് മുസ്ലിം. പ്രാർത്ഥന ജീവിതത്തിന്റെ അഭിവാജ്യ ഘടകമാണ്, മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. അല്ലാഹുവിനോട്, രാജാതിരാജനായ റബ്ബിനോട്, വമിൻ ഫിത്നത്തിൽ മഹയാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് ലോകത്ത് കടന്നു വരാനുള്ള മഹാനാശത്തിൽ നിന്ന് റബ്ബിനോട് കാവൽ ചോദിച്ചുകൊണ്ടാണ് നിസ്കാരം അവസാനിക്കുന്നത്. അങ്ങനെയാണ് പ്രാർത്ഥനയോടുകൂടെയാണ് അവസാനിക്കണേ. അദ്ദുആഉ മുഖുൽ ഇബാദ. ഇസ്ലാമിന്റെ 5ാമത്തെ സ്തംഭമാണല്ലോ ഹജ്ജ് അല്ലേ? ഇനി 3ാമത്തെ സ്തംഭമുണ്ട്. 4ാമത്തെ സ്തംഭമാണ് പരിശുദ്ധമായ റമദാനിലെ നോമ്പ്. എന്താ റമദാന്റെ ഒരു
ഒരു പ്രത്യേകത തന്നെ, ദ്വാരന്നാൽ അള്ളാഹു എന്തും തരുന്ന മാസം. റബ്ബിലേക്ക് ഒരു അടിമ അടുക്കുന്ന മാസമാണ്. എന്തു റബ്ബിനോട് ചോദിച്ചാലും അള്ളാഹു വാരിക്കോരി തരുന്ന മാസമാണ്. അതിലൊരു രാവുണ്ട്, ലൈലത്തുൽ ഖദ്ർ എന്നാണ് ആ രാവിന്റെ പേര്. അങ്ങനെയാണല്ലോ പുണ്യനബി പരിചയപ്പെടുത്തിയത്. ലൈലത്തുൽ ഖദ്റിന്റെ രാവിൽ ദുആയിൽ മുഴുകുവാനാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് തന്നെ. ഇബാദത്തുകളിൽ മുഴുകാൻ പറഞ്ഞ കൂട്ടത്തിൽ ദുആയുടെ സ്ഥാനം പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ കഴിയും. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ഒരിക്കൽ ചോദിച്ചല്ലോ, ഹബീബായ നബിയേ, ലൈലത്തുൽ ഖദ്റിന്റെ രാവാണെന്ന് ഞാൻ അറിഞ്ഞാൽ ആ രാവിൽ ഞാൻ റബ്ബിനോട് ഏത് വിഷയമാണ് ദുആ ചെയ്യേണ്ടത് ഹബീബായ നബിയേ എന്ന് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ, മുഅ്മിനീങ്ങളുടെ മാതാവ്, ലോകത്തിന്റെ മാതൃകയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്തത് ആയിഷ, റബ്ബിനോട് പുറത്തു തരാൻ നീ ആവശ്യപ്പെടണേ. അത് ഉഖ്റവിയായ കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. ആരോഗ്യം തരാനും റബ്ബിനോട് നീ ചോദിക്കണേ. ഭൗതികമായ ജീവിതത്തിൽ ആവശ്യമുള്ളതും പാരത്രികമായ ജീവിതത്തിൽ ആവശ്യമുള്ളതും ഒക്കെ റബ്ബിനോട് ചോദിക്കാനാണ് അല്ലാഹുവിന്റെ ഹബീബ് ആയിഷ ബീവിയോട് പറഞ്ഞത്. എല്ലാം റബ്ബിനോട് ചോദിക്കേണ്ടി. നമുക്ക് ഐഹികമായ ഒരു ആവശ്യമുണ്ടോ? റബ്ബിനോട് ചോദിക്കണം. ഒരാൾ പുണ്യനബി പറഞ്ഞ് ചെരുപ്പിന്റെ വാറ് പോലും നിങ്ങളുടേത് പൊട്ടിപ്പോയങ്ങൾ അള്ളാഹുനോട് ചോദിച്ചോളി. അള്ളാഹുവിനോട് ചോദിച്ചോളൂ, റബ്ബ് നിങ്ങൾക്കത് തരും. തരാൻ കഴിവുള്ളവനാണ്. അങ്ങനെയാ ചിലപ്പോൾ ആളുകൾ മുഖേനയാവും അള്ളാഹു തരിക. അങ്ങനെയല്ല, പണ്ടൊരാള് വയത് കേട്ടു, എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന്. അപ്പോൾ അയാൾ പിറ്റേ ദിവസം തീരുമാനിച്ചു, അള്ളാഹിനോട് ഒരു 100 റുപ്യ ചോദിച്ചു വാങ്ങണം. അല്ലാഹു എല്ലാം തരുന്ന ഉസ്താദ് വയലിൽ പറഞ്ഞെടുത്ത് മൂപ്പര് പോയി. പിറ്റേ ദിവസം തമാശ, പക്ഷേ തമാശ ഞാൻ സംഭവിച്ചതാന്ന് പറയില്ല, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരാറുണ്ട്. തമാശ ആണെങ്കിലും ഒരു കാര്യമുണ്ട്. ഇയാൾ പിറ്റേ ദിവസം പോയി ഒരു സ്ഥലത്ത് പോയിരുന്നു. ഒരു ചുമരിൻ്റെ അടുത്ത് വലിയൊരു മതില, അതിൻ്റെ അടുത്ത് ഇങ്ങനെ പോയിരുന്നിട്ട് ഇയാൾ ഉറക്കത്ത് വാർക്ക, പഠിച്ചോനെ 100 റുപ്യ തരണം, 100 റുപ്യ വേണമല്ല, 100 തന്നെ വേണം. അല്ലാഹുവേ, 1 റുപ്യ കുറഞ്ഞാലും ഞാൻ വാങ്ങൂല, അത് നീ തന്നെ തരണം അല്ലാഹുവേ. ഞാൻ ഇങ്ങനെ ചോദിക്കാണ്. കുറേ നേരം ദ്വാരുന്നു. അപ്പം ഒരാളെ വഴിക്ക് ഇങ്ങനെ പോകണം. ഇയാൾ ഈ ഒച്ച വെച്ചുള്ള ദ്വാ കേട്ടപ്പോൾ ഇയാൾ മെല്ലെ നോക്കിയത്. അപ്പോൾ ഒരുത്തനിങ്ങനെ ദ്വാരക്കാണ്. ഇയാളിങ്ങനെ പറയുന്നുണ്ട്, 100 തന്നെ വേണം, 980 ആയാലും എനിക്ക് വേണ്ട. അപ്പം ഇയാൾക്ക് തോന്നി, എന്നാൽ 99 കൊടുത്തു നോക്കാം, മുപ്പര് എടുക്കുമോ. ഇയാളൊരു ടവലിൽ 99 റുപ്യ കിട്ടിയിട്ട് മെല്ലെ ഇട്ട് കൊടുത്തു. അയാളെ കയ്യിലേക്ക് ഈ കിറ്റ് ബന്ധ വീണപാടെ ഇയാളത് എടുത്തിട്ട് ടവലൊക്കെ അഴിച്ചു നോക്കുമ്പോൾ എണ്ണി നോക്കുമ്പോൾ 99 റുപ്യ ഉള്ളൂ. നേരത്തെ മൂപ്പരെന്താ പറഞ്ഞ്, 99 ആയാലും എനിക്ക് വേണ്ട, 100 തന്നെ വേണം. പെണ്ണി നോക്കുമ്പോൾ 99 ഉള്ളൂ. അപ്പോൾ മൂപ്പര് പറഞ്ഞു, അള്ളാഹു ഭയങ്കര ഡിസ്കൗണ്ടാണ് ചെയ്തത്. ടവലിന് 5 റുപ്യ വേണം ഏറ്റവും ചുരുങ്ങിയത്, ഇത് 100 റുപ്യ അള്ളാഹു പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ 99 റുപ്യയും ടവലിന് 100 റുപ്യയും. 100 റുപ്യ ഒരു പോക്കറ്റിൽ പോയിന്നാ. അള്ളാഹു ചോദിച്ചത് വേറെ ആളുകൾ മുഖേനയാ കൊടുക്കുക. അങ്ങനെ ദുന്യാവിൻ്റെ അള്ളാഹു ഈ ഭൂമിയിൽ സ്വീകരിച്ച രീതി അങ്ങനെ. ചോദിക്കുന്ന നമ്മൾ റബ്ബിനോടാവാം. അള്ളാഹു ആ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ മുഖേനയാണ്. ഇവിടെ അങ്ങനെ ദുന്യാവിൽ അള്ളാഹു സ്വീകരിച്ച രീതി അങ്ങനെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മനം തുറന്ന് എല്ലാ കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. എല്ലാം അള്ളാഹുവിനോട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.